നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. UAE സ്കൂൾ പ്രവേശനം, രക്ഷിതാക്കൾ ആശങ്കയിൽ. UAEയിലെ സ്കൂളുകളിൽ പുതിയ പ്രവേശനം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി രക്ഷിതാക്കൾ പ്രതിസന്ധിയിലാണ്. വേനൽ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ കുട്ടികൾക്ക് പുതിയ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാത്തതാണ് പ്രധാന പ്രശ്നം. ഓൺലൈനായി അപേക്ഷ നൽകിയിട്ടും പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് പലരും. മുൻ വർഷങ്ങളിൽ TC വാങ്ങിപ്പോകുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നതിനാൽ സീറ്റുകൾ ലഭ്യമായിരുന്നു. എന്നാൽ ഇത്തവണ TC എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞത് സീറ്റുകളുടെ ലഭ്യത കുറയാൻ കാരണമായി. യാത്രക്കാർക്ക് മുൻഗണന നൽകണം, ലംഘിക്കുന്നവർക്ക് പിഴ. റിയാദ്. സൗദി അറേബ്യയിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായി സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് പുതിയ നിയമം പുറത്തിറക്കി. കാൽനട യാത്രക്കാർക്ക് കടന്നുപോകാൻ അനുമതിയുള്ള സീബ്ര ക്രോസിംഗുകളിലും മറ്റ് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലങ്ങളിലും ഡ്രൈവർമാർക്ക് കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് 100 മുതൽ 150 റിയാൽ വരെ പിഴ ചുമത്തും. രാജ്യത്ത് എല്ലാവർക്കും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ട്രാഫിക് ഡയറക്ടറേറ്റിന്റെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ നടപടി. UAEയിലെ സ്കൂൾ തുറക്കൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വേനൽ അവധിക്ക് ശേഷം UAEയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ ഓഗസ്റ്റ് 25-ന് തുറക്കും. വിദ്യാർത്ഥികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾക്കായി അധ്യാപകരും അനധ്യാപക ജീവനക്കാരും ഇന്ന് സ്കൂളുകളിൽ എത്തിച്ചേരും. പുതിയ അധ്യയന വർഷത്തിൽ 178 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. അതേസമയം ഏപ്രിലിൽ അധ്യയന വർഷം ആരംഭിച്ച ഇന്ത്യൻ സിലബസ് സ്കൂളുകൾ 2ാം പാദ പഠനത്തിലേക്ക് കടക്കും. മലയാളി യുവാവിന്റെ മരണത്തിൽ കുടുംബത്തിന് 95 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ അബുദാബി കോടതി വിധി. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശി മുസ്തഫ ഓടായപ്പുറത്തിന്റെ കുടുംബത്തിന് 4 ലക്ഷം ദിർഹം, ഏകദേശം 95.3 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ അബുദാബി കോടതി ഉത്തരവിട്ടു. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുസ്തഫയെ ഒരു സ്വദേശി ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആദ്യം ക്രിമിനൽ കോടതി 2 ലക്ഷം ദിർഹം ദയാദാനം നൽകാൻ വിധിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് കാണിച്ച് മുസ്തഫയുടെ കുടുംബം വീണ്ടും കേസ് നൽകി. ഈ കേസിലാണ് ദയാദാനത്തിന് പുറമെ 2 ലക്ഷം ദിർഹം കൂടി നൽകാൻ കോടതി വിധിച്ചത്. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് വസ്തു വാങ്ങാൻ ഡിജിറ്റൽ ID. മന്ത്രിസഭ അംഗീകാരം നൽകി. സൗദി അറേബ്യയിൽ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് ഡിജിറ്റൽ ID ഉപയോഗിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. അബ്ഷർ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഡിജിറ്റൽ ID തയ്യാറാക്കേണ്ടത്. ഈ പുതിയ സംവിധാനം വികസിപ്പിക്കുന്നതിനായി ജനറൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി, നാഷണൽ ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. നിയമവിരുദ്ധ മദ്യനിർമ്മാണശാലകൾക്കെതിരെ കുവൈത്തിൽ പരിശോധന ശക്തമാക്കി. കുവൈത്തിൽ അനധികൃത മദ്യനിർമ്മാണശാലകൾക്കെതിരെ അധികൃതർ രാജ്യവ്യാപകമായി പരിശോധന ശക്തമാക്കി. വിഷമദ്യ ദുരന്തത്തിൽ ഇതുവരെ 23 പേർ മരിക്കുകയും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നടപടി. നിരവധി പ്രവാസികൾ, പ്രത്യേകിച്ച് നേപ്പാളി വനിതകളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ പരിശോധനകളിൽ പിടിയിലായിട്ടുണ്ട്. നിലവിൽ 160ഓളം പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പലരുടെയും നില ഗുരുതരമായി തുടരുന്നു. കുവൈത്തിൽ വാഹനങ്ങൾക്ക് 50% ടിൻറ്റിംഗ് അനുവദിച്ചു. കുവൈത്തിൽ വാഹനങ്ങളുടെ വിൻഡോകൾക്ക് 50% വരെ ടിൻറ്റിംഗ് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പുറപ്പെടുവിച്ച തീരുമാനം 2025-ലെ തീരുമാനം നമ്പർ 1398 ഗവൺമെന്റ് ഗസറ്റ് കുവൈറ്റ് അൽ യൗം പ്രസിദ്ധീകരിച്ചു. മുൻവശത്തെ വിൻഷീൽഡ് ഒഴികെയുള്ള എല്ലാ വിൻഡോകൾക്കും ഫാക്ടറി സ്പെസിഫിക്കേഷൻ ടിൻറ്റഡ് ഗ്ലാസുകളോ 50% ടിൻറ്റ് കവിയാത്ത കളർഡ് ഫോയിലുകളോ ഉപയോഗിക്കാം. ഈ നിയമ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും ഡ്രൈവർക്ക് വ്യക്തമായ കാഴ്ച നൽകുകയും ചെയ്യുക എന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.